ഡിബേറ്റ് വിത്ത് മാധു സജി. എല്ലാം വിളിച്ചു പറഞ്ഞു PC. 4.5 കോടിയുടെ കണക്ക് കണ്ടുവെന്നും പേരുള്ളവരൊന്നും പണം പറ്റിയിട്ടില്ല എന്നും വിളിച്ചു പറഞ്ഞത് BJP യോഗത്തിലാണ്. ബൂത്ത് കമ്മിറ്റിക്കുള്ള പണം പോലും കിട്ടിയില്ല, മുടിഞ്ഞു പോകും, വീതം പറ്റിയത് ആരൊക്കെ എന്നറിയില്ല എന്നും PC ജോർജ് പറഞ്ഞു. പക്ഷേ നാടറിയുന്നതിന് മുൻപ് പറയാനുള്ളത് പറഞ്ഞു പഠിപ്പിച്ച് പാർട്ടിയുടെ രക്ഷാപ്രവർത്തനമുണ്ടായി. ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നും പച്ചക്കള്ളമാണ് എന്നും മാധ്യമങ്ങളോട് PC മലക്കം മറിഞ്ഞു. ആദ്യത്തെ അല്ല പൂഞ്ഞാർ വിവാദം. വെറുതെ കിട്ടിയ കോടികൾക്ക് പലചരക്ക് കടയിലെ ബില്ലിട്ട കേസും ചാക്കിൽ കിട്ടിയ കോടികളുടെ കഥയും പാർട്ടി കമ്മീഷൻ അന്വേഷിച്ച് പാകത്ത് വെക്കുന്നതിനിടയിലാണ് PCയുടെ വെടിപൊട്ടിക്കൽ. വിളിച്ചു പറഞ്ഞത് വിലക്കിയോ? CPM-ൽ നിന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, വലത് സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പൊടിപാറ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ ഷാബു പ്രസാദ്, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ശ്രീ ഷാബു പ്രസാദ്, 2 കാര്യങ്ങളാണ് PC ജോർജ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിലുള്ളത്. ഒന്ന്, ഒരു മണ്ഡലത്തിൽ 40 ലക്ഷം രൂപ എന്നതാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്ക്. 4.5 കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10 ഇരട്ടിയാണ്. ആ തരത്തിൽ പണമൊഴുക്കുണ്ടായി A ക്ലാസ് മണ്ഡലങ്ങളിൽ അടക്കം എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ പണം ചെലവഴിച്ചിട്ട് അത് പാർട്ടി പ്രവർത്തനത്തിനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ ബൂത്ത് കമ്മിറ്റികൾക്കോ കിട്ടിയില്ല. പകരം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആളുകളടക്കം അത് മുക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായി അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. പിന്നീട് അത് സെറ്റിൽ ചെയ്തു. നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ കഥ പറയുമ്പോൾ മുഴുവനും കഥയും പറയണം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അത് വിളിച്ചു പറഞ്ഞതിൽ സൂചിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന 2 അട്ടിമറികളുണ്ട്. മാധുവിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യ ഉത്തരം പറയാം. അതായത് 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 4.5 കോടി ചെലവഴിക്കപ്പെട്ടു എന്നത് ഈ രാജ്യത്തെ ഗുരുതരമായ ഒരു നിയമവിരുദ്ധതയല്ലേ എന്നുള്ളതാണല്ലോ മാധുവിൻ്റെ ആദ്യത്തെ ചോദ്യം, അല്ലേ? ഓക്കെ. മാധു, നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും അവർ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന ഒരു ഡിക്ലറേഷനാണ്. അതായത്, ഞാൻ ഈ മണ്ഡലത്തിൽ എൻ്റെ ഇലക്ഷൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ 40 ലക്ഷം രൂപയിൽ കൂടുതൽ 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്ന കണക്കാണ് ആദ്യത്തെ ഏറ്റവും വെരി ഫസ്റ്റ് ആ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ. ഇതാണ് ഈ ഒരു കൊടിയ പച്ചക്കള്ളത്തിൽ നിന്നാണ് എല്ലാ പാർട്ടി അക്രോസ് ഓൾ പാർട്ടീസ്, ഞാൻ ആരെയും ഇതൊക്കെ പറയുന്നില്ല, അവരുടെ ഈ ലെജിസ്ലേറ്റീവ് കരിയർ ആരംഭിക്കുന്നത് ഈ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന ഇലക്ഷൻ പ്രചരണത്തിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പ്രമുഖ പാർട്ടികൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെലവാക്കുന്നത്, അതായത് ആവറേജ് വരുന്നത് ഏകദേശം 5-നും 10-നും കോടിക്കടുത്താണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. 40 ലക്ഷം മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ എന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സ്വകാര്യമായിട്ട് പറയാൻ ആർക്കും കഴിയുന്ന കാര്യമല്ല. പക്ഷെ 4.5 കോടി ചെലവാക്കിയെന്നും ആരും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാറില്ല. ഒരു നിയമലംഘനം ഉണ്ടായാൽ എത്രയോ നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എവിടെയാണ് നിയമ സംവിധാനത്തിൽ ഇടപെടാൻ കഴിയുക? വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴാണ്. അതെ, അത് കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാവുന്ന ഒരു എന്താണ് നഗ്ന സത്യമാണത്. PC ജോർജിൻ്റെ സ്വഭാവം നമുക്കൊക്കെ അറിയാം. ജോർജിൻ്റെ ഒരു പറഞ്ഞില്ല, പുള്ളി വായി വരുന്നത് എന്താണോ മുൻപിൻ ആലോചിക്കാതെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട്. അതിൻ്റെ ആ നാവിൻ്റെ ചൂടറിയാത്തവരാരും ഇവിടെ ഉണ്ടല്ലോ. അത് മാധ്യമപ്രവർത്തകരായാലും ശരി, രാഷ്ട്രീയ എതിരാളികളായാലും ശരി, അടുപ്പമുള്ളവരായാലും ശരി, PCയുടെ നാവിൻ്റെ ചൂടറിയാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. ഒരു സ്വഭാവം ഈ മറ്റുള്ള അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. ഒരു മണ്ഡലത്തിൽ 4.5 കോടി ചിലവാക്കിയോ 3 കോടി പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പണം വാരി എറിയും എന്നുള്ളതൊരു ഈ 40 ലക്ഷം കൊണ്ട് മൂക്കിപ്പൊടി മേടിക്കാൻ പോലും തികയില്ല എന്ന്. അവിടെ മര്യാദയ്ക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും തികയില്ല ഈ 40 ലക്ഷം കൊണ്ട്. പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നാണോ? 4.5 കോടി ചെലവാക്കിയിട്ടുണ്ടാകുമെന്നാണ് അങ്ങും വിചാരിക്കുന്നത്? ഞാനതാ പറഞ്ഞത്.
എല്ലാ BJP എന്നുള്ളതല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട സീരിയസ് ആയി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കോടികൾ ഇറക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്ന നിലയ്ക്ക് പറയാം എന്നതേ ഉള്ളൂ. പ്രപഞ്ച സത്യം എന്ന നിലയ്ക്ക് പറയാമെന്നേ ഉള്ളൂ. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് താത്വികമായി പറയാം. പക്ഷേ നമ്മുടെ ജസ്റ്റ് അല്ല കണക്കുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വെറുതെ കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ, ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഒപ്പം ഈ ക്യാമറയും മൈക്കും കൊണ്ടൊക്കെ പോകുന്നവരല്ലേ. നിങ്ങൾ ഇപ്പം മാധുരിപ്പോ ഇവിടെ ഇരുന്ന് വെറുതെ തർക്കിക്കാൻ വേണ്ടിട്ട് പറയാം എന്നുള്ളതല്ലാതെ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങയുടെ ടേക്ക് എന്താണ് ഈ വിഷയത്തിൽ? PC ജോർജ് പറഞ്ഞതാണ് പരമമായ സത്യം, അതായത് PC ജോർജ് ആദ്യം പറഞ്ഞതാണ് പരമമായ സത്യം, 4.5 കോടി ചെലവാക്കിയിട്ടുണ്ട് എന്നതാണോ അങ്ങയുടെ ഈ വിഷയത്തിൽ അഭിപ്രായം? PC ജോർജ് എന്നല്ല, PC ജോർജിന്റെ കാര്യം പറയൂ. ഞാനിവിടെ പറഞ്ഞല്ലോ, അതായത് തെരഞ്ഞെടുപ്പ് അല്ലല്ല, ഞാനിവിടെ പറഞ്ഞ കാര്യമാണ്. അതായത് BJP എന്നുള്ളതല്ല, ഈ ഇങ്ങനെയുള്ള ഈ ഇലക്ഷനിൽ പണം ചെലവാക്കുന്ന കാര്യത്തിൽ BJPയും ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മുക്തമൊന്നുമല്ല. ഞാൻ അതേ പറഞ്ഞുള്ളൂ. ശ്രീ ഷാബു പ്രസാദ്, നമുക്കത് CPM-നോടും കോൺഗ്രസിനോടും അടക്കം ചോദിക്കാം. നിങ്ങളുടെ പ്രതികളൊക്കെ എങ്ങനെയാണോ എന്ന് ചോദിക്കാം. ഇത് നോക്കൂ, അല്ല, സംസ്ഥാനത്ത് അങ്ങനെ ഈ അനുവദിക്കപ്പെട്ട പണത്തിന് അപ്പുറത്തേക്ക് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പുറത്തു വന്നിട്ട് നിയമ നടപടി എടുക്കാത്ത ഉദാഹരണങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ. ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, 4.5 കോടിയുടെ കണക്ക്. അദ്ദേഹം മലക്കം പറഞ്ഞു എന്നത് ശരിയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നതിൽ അവാസ്തവമായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങയോട് ചോദിച്ചത് PC ജോർജിനെ കുറിച്ചും പൂഞ്ഞാറിനെ കുറിച്ചുമാണ്. അങ്ങ് അത് എല്ലായിടത്തെയും പോലെ PC ജോർജും ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. ഇനി PC ജോർജ് പറഞ്ഞത് മാത്രമാണ് നമുക്ക് പിടിക്കുന്നെങ്കിൽ PC ജോർജ് അത് തിരുത്തിയിട്ടുമുണ്ട് എന്ന് പറയേണ്ടി വരും. PC ജോർജ് തിരുത്തിയിട്ടുമുണ്ട്. പക്ഷെ അതിന്റെ മുകളിലാണല്ലോ യാഥാർത്ഥ്യം. പിന്നെന്താ പ്രശ്നം? പറഞ്ഞത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? പക്ഷെ പറഞ്ഞത് തിരുത്തുമ്പോൾ കുറച്ചുകൂടി വിശ്വസനീയമായ രീതിയിൽ തിരുത്തണമല്ലോ. കാരണം അദ്ദേഹം രാവിലെ, ഞാനാണ് ഇവിടെ വാർത്ത വായിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എരുമേലിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പൂർത്തീകരിക്കട്ടെ എരുമേലിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, എന്നെ കുറച്ച് കണക്കുകൾ കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ വേണമെങ്കിൽ ഞാനത് വീണ്ടും കേൾപ്പിക്കാം. അദ്ദേഹം അതിനു മുൻപ് പറഞ്ഞത്, ഞാൻ ഈ സജി കൂരിക്കാട്ടിനോട് കണക്ക് ചോദിച്ചു, 3 ദിവസം കണക്ക് തന്നില്ല, 3 ദിവസം കഴിഞ്ഞ് കണക്ക് തന്നു, 4.5 കോടിയുടെ കണക്ക് എഴുതിയിട്ടുണ്ട്, എന്നെ കാണിച്ചു. ആ 4.5 കോടിയുടെ കണക്കിൽ പലരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അവരെയൊക്കെ അവരെ വിളിച്ചപ്പം അവർക്ക് ഈ കണക്കുകൾ അറിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഇത് ഏൽപ്പിക്കേണ്ട ആളുകളോട് ചോദിച്ചപ്പോൾ അവരത് മറന്നുപോയി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പണം ഞാൻ വാങ്ങി വീട്ടിലെ ബൈബിളിൽ വെച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊരു മനുഷ്യനാണ് പിന്നീട് പറയുന്നത്, ഞാൻ എരുമേലി പരിപാടിക്ക് എന്നപ്പോൾ എന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് കണക്ക് കാണിച്ചു, അപ്പോൾ പിന്നെ ഞാൻ വായി വന്ന് വിളിച്ചു പറഞ്ഞതാണെന്ന്. അതെങ്ങനെ ശരിയാവും? അല്ലല്ല, ഒരു കാര്യം എങ്ങനെ ശരിയാവും എന്നുള്ളത് നിങ്ങൾ PC യോട് തന്നെ ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ പറഞ്ഞ PC യുടെ വാക്കുകൾ മാത്രം എടുത്താൽ PC അങ്ങനെ പറഞ്ഞു, PC അത് തിരുത്തുകയും ചെയ്തു, സംഭവം കഴിഞ്ഞു. അങ്ങനെ സംഭവം കഴിഞ്ഞു എന്ന അങ്ങേക്ക് അഭിപ്രായം ഉള്ളിടത്താണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടില്ല, അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളത്. അതായത് PC ജോർജ് പറഞ്ഞത് PC ജോർജിനോട് ചോദിക്കണം എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അത് ശരിയാണ്. പക്ഷെ അദ്ദേഹം അത് തിരുത്തിയതോടുകൂടി ആ വിവാദം അവസാനിച്ചു എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങേക്ക് അതിൽ രാഷ്ട്രീയമായ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവാസ്തവമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, എനിക്ക് രാഷ്ട്രീയമായ താല്പര്യമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ രാഷ്ട്രീയമായ താല്പര്യത്തിന് ഉപരിയായിട്ട് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്, BJP അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടികളും ജനറലൈസ് ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. അത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, പ്രപഞ്ച സത്യം എന്ന നിലയ്ക്ക് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം വിശദീകരിച്ചപ്പോൾ അതവിടെ കഴിയുന്നില്ല. ശ്രീ ഷാബു പ്രസാദ്, അദ്ദേഹം വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞില്ല. അദ്ദേഹം വിശദീകരിച്ചതിൽ കൊടിയ വാസ്തവമുണ്ട്. മാധു ഇത് ചൊവ്വയിലെയും വ്യാഴത്തിലെയും യുറാനസിലെയും പ്ലൂട്ടോയിലെയും ആൽഫ സെന്റോറിയിലെയും ഒന്നും സത്യമല്ല പ്രപഞ്ച സത്യം എന്ന് പറയാൻ. ഇത് ഈ ഭൂമിയിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ ഈ പ്രപഞ്ച സത്യം എന്നൊന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കണ്ട. ഇത് നടക്കുന്ന കാര്യമാ. ഞാൻ പറഞ്ഞില്ലേ, അഭിപ്രായം എന്ന നിലയ്ക്ക് പറഞ്ഞു. എല്ലാവരും അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ശരി, അത് ഞാൻ എടുത്തു. അത് പറഞ്ഞു. അല്ലല്ല, എന്റെ മുന്നിൽ തെളിവുകളില്ല കേട്ടോ, എന്റെ മുന്നിൽ തെളിവുകളില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് സത്യമാണെന്ന് പറഞ്ഞ എല്ലാ കണ്ടസ്റ്റൻസിനെതിരെയും കേസെടുക്കണം, ആരോപിക്കാം എന്നതേ ഉള്ളൂ. പക്ഷെ PC ജോർജ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അത് അദ്ദേഹം തിരുത്തിയതുകൊണ്ട് അത് അവസാനിച്ചു എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടുന്നതിനാലാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അവസാനിച്ചില്ലല്ലോ, അദ്ദേഹം പറഞ്ഞതിൽ ഘടകവിരുദ്ധതയുണ്ട്, അവാസ്തവമുണ്ട് എന്ന്.
ആയിക്കോട്ടെ, അത് ഡിബേറ്റ് ചെയ്യുന്നേ, അത് ഡിബേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അല്ലല്ല PC ജോർജ് ആദ്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെ അദ്ദേഹം തിരുത്തി പറഞ്ഞു. ഇത് PC ജോർജിന്റെ സ്ഥിര സ്വഭാവമാണ്. PC ജോർജ് പറഞ്ഞ എല്ലാം, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ അംഗീകരിക്കുമോ എല്ലാവരും? ഇല്ലല്ലോ. PC ജോർജ് അങ്ങനെയാണ്. പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ പറയേണ്ടത് ആ സമയത്ത് ഈ പുള്ളിയുടെ വായിന്ന് വീണു പോകും, വീഴാറുണ്ട്. എന്നുള്ളിടത്ത് കൂടി അതിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ശരി, ഞാനെങ്കിലേക്ക് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും, ശരി ഞാൻ വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും 5 മുതൽ 8 കോടി രൂപ വരെ ചെലവഴിക്കുന്നുണ്ട്. PC ജോർജും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് അദ്ദേഹം തിരിച്ചു പറയുകയും ചെയ്തു. അദ്ദേഹം 4.5 കോടിയുടെ കണക്ക് വിളിച്ചു പറഞ്ഞു, പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഷയിലാണെങ്കിൽ കഥയുടെ മുഴുവൻ അധ്യായവും വായിച്ച സ്ഥിതിക്ക് അത് അടച്ചു വെക്കാം. അല്ല, ഇവിടെ ഷാബു പ്രസാദ് ചെയ്തിരിക്കുന്നത് ഇഷ്ടം പോലെ പണം തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു നിയന്ത്രണവുമില്ല. ഇതെല്ലാ രാഷ്ട്രീയ കക്ഷികളും ചെയ്യുന്നതാണ്. ഈ സാമാന്യവൽക്കരണം എന്തിനു വേണ്ടിയാണ്? BJP കഴിഞ്ഞ ഒരു 12 വർഷക്കാലമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. BJP 2014 തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ BJPക്കാർ പണം ചെലവഴിച്ചത് BJPയുടെ ഇലക്ഷൻ കമ്മിറ്റി വഴിയല്ല. ഇന്ത്യയിലെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ BJPയുടെ പ്രചരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്, പല തലങ്ങളിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ BJPയുടെ ചിലവായി അത് വന്നിട്ടില്ല. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾക്ക് ഇഷ്ടം പോലെ ഫണ്ട് അവർ പമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഷാബു പ്രസാദെ, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളൊന്നും ഇങ്ങനെ പണം ചിലവാക്കുന്നില്ല. 10 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇടതുപക്ഷത്തിനൊരു മണ്ഡലത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത പണമാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിലവായി കണക്കാക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് ചിലവായി കണക്കാക്കുന്നത് അതിൻ്റെ പ്രചരണ പോസ്റ്റർ, ബോർഡ്, ഓടുന്ന വാഹനങ്ങളുടെ ചിലവ്, അതിൻ്റെ വാടക, ഇന്ധന ചിലവ്, അതുപോലെ തന്നെ ഓഫീസ് എക്സ്പെൻസ്, മൈക്ക് ചിലവ്, ഇതൊക്കെയാണ്. ഇതെല്ലാം തന്നെ എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് വന്ന് ബൂത്ത് തലം തൊട്ട് ഓരോ സ്ഥാനാർത്ഥിയുടെയും ഈ കാര്യങ്ങൾ മുഴുവൻ എന്താണ്? അവർ വീഡിയോ ചെയ്യുന്നതാണ്, അവർ റെക്കോർഡ് ചെയ്യുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന കണക്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവർ റെക്കോർഡ് ചെയ്തത് കാണിച്ചിട്ടില്ലെങ്കിൽ ഇലക്ഷൻ ചട്ടത്തിൻ്റെ ലംഘനമാണ്, ഇലക്ഷൻ ചെലവുമായി ബന്ധപ്പെട്ട ചട്ടത്തിൻ്റെ ലംഘനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഓരോ സ്ഥാനാർത്ഥിയും ഓരോ മണ്ഡലത്തിലും ഇഷ്ടം പോലെ 8 അല്ല 10 കോടി ചിലവാക്കുന്നൊക്കെ പറയുന്നത്? അങ്ങ് ഇതിനെ സാമാന്യവൽക്കരിച്ച് PC ജോർജ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നിസ്സാരമാക്കരുത്, ലഘൂകരിക്കരുത്. PC ജോർജ് എന്താ പറഞ്ഞത്? 4.5 കോടി രൂപ തൻ്റെ ഇലക്ഷൻ പ്രവർത്തനത്തിനായിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ ചിലവഴിച്ചു എന്ന് എനിക്കറിയില്ല, അതിൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലെന്തുണ്ട്? 4.5 കോടി രൂപ ഇലക്ഷൻ പ്രചരണത്തിനായി ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ എത്തി എന്നുള്ളത് ഇലക്ഷൻ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഒരാൾക്ക്, ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാവുന്നതിൻ്റെ പരമാവധി തുക 40 ലക്ഷമായിരിക്കുമ്പോൾ എങ്ങനെ 4.5 കോടി വന്നു എന്നുള്ള ചോദ്യമില്ലേ? PC ജോർജ് ഒരു വിടുവായത്വം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. ഇപ്പോൾ ഇതുമായി ചേർന്നുകൊണ്ട് BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ച പല മണ്ഡലങ്ങളിലും എന്താണ്? വോട്ടിന് നോട്ടുണ്ടായിരുന്നു, നോട്ടിന് വോട്ടും ഉണ്ടായിരുന്നു. ഇതൊക്കെ വിവാദപരമായ ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. BJP സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് പണം കൊടുക്കുന്നു എന്നുള്ള കാര്യം പല തലങ്ങളിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ PC ജോർജ് പറഞ്ഞ ഒരു കാര്യം അത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. ഇലക്ഷൻ ചെലവിനെ സംബന്ധിച്ച് ഷാബു പ്രസാദ് നടത്തിയിരിക്കുന്ന ഒരു സാമാന്യവൽക്കരണം അങ്ങേയറ്റം നിയമവിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചുകൊണ്ട് BJP മത്സരിച്ച എല്ലാ നിയോജക മണ്ഡലങ്ങളും ഇങ്ങനെ കോടികൾ ചെലവഴിച്ചോ? ആ കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്ത മുരളീധരൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ BJPയുടെ 3 MLA-മാരുണ്ടല്ലോ, അവർ ചെലവഴിച്ച പണം അവർ കൊടുത്ത കണക്കിലുള്ളതല്ല, അതിനേക്കാൾ അപ്പുറമുണ്ട് എന്നുള്ളതാണെങ്കിൽ അത് ചട്ടലംഘനമാണ്, നിയമവിരുദ്ധമാണ്. അപ്പോൾ മറ്റേ പറയല്ലോ നമ്മൾ, ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന്. എൻ്റെ ഷാബു പ്രസാദെ, അങ്ങയുടെ പാർട്ടി ഈ രാജ്യം ഭരിച്ചുണ്ടാക്കിയിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ സർവ്വ സുതാര്യതകളെയും തകർക്കുന്ന, വലിയ രീതിയിൽ കറപ്ഷൻ നടത്തുന്ന, വലിയ രീതിയിൽ പണം ഉപയോഗിച്ച് എല്ലാത്തിനെയും പോയി നിങ്ങളുടെ ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങൾക്കെതിരായി മത്സരിച്ച് ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളെ വരെ നിങ്ങൾ പണം കൊടുത്ത്, ചാക്കുകെട്ടിന് പണം കൊടുത്ത് വാങ്ങിക്കുന്ന എത്ര അനുഭവങ്ങൾ ഗോവ തൊട്ട് കർണാടക, മഹാരാഷ്ട്ര, എവിടെയെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ പണം കോർപ്പറേറ്റുകൾ സമാഹരിക്കുന്നു. അങ്ങനെ പണം സമാഹരിക്കുന്നതിനെ നിയമവൽക്കരിക്കാൻ വേണ്ടി നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നു.
ഇലക്ടർ ബോണ്ട് വഴി ഇഷ്ടം പോലെ പണം ചിലവാക്കുന്നു. ആ പണം എന്താണ്? ശരി. നിങ്ങൾ ശേഖരിക്കുന്ന പണമൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെലവാക്കുന്നു എന്നുള്ളത് ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. ശരി, ഇന്ത്യയിലെ ശരി, തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ് നിങ്ങൾ പണമിറക്കുന്നത്. ശരി, ശ്രീ വസന്ത് സിറിയക്, 4.5 കോടി ചെലവഴിച്ചിട്ട് പൂഞ്ഞാറ് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ ഷാബു പ്രസാദൊക്കെ ഉന്നയിച്ചതുപോലെ എല്ലാ പാർട്ടികളും കോടികൾ 5 മുതൽ 8 കോടി വരെ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എത്ര കോടി ചെലവഴിച്ചിട്ടാണ് പൂഞ്ഞാറ് പിടിച്ചത്? അല്ല നോക്കൂ മാധു, ഞാൻ പൂഞ്ഞാറിലെ ഒരു വോട്ടറാണ്. ഈ വിഷയത്തിൽ വിവാദത്തിൽ വന്നിരിക്കുന്ന സജി കുരിക്കാട്ട് എന്റെ നെയ്ബറാണ്. അങ്ങേക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെളിച്ചിയാനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. എനിക്ക് വ്യക്തിപരമായി ഇവരെ രണ്ടുപേരെയും കുറച്ചുകൂടി അറിയാം. അപ്പൊ PC ജോർജ് സ്വന്തം തന്നെ തന്നെ മാറ്റി പറഞ്ഞു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഇന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ മകനാണ് ഞാൻ. 75 വയസ്സുള്ള നരേന്ദ്രമോദിക്ക് 74 വയസ്സുള്ള PC ജോർജ്, പ്ലാത്തോട്ടത്തിൽ ചാക്കോ മോദി ജോർജ് എന്നൊരു മകൻ കേരളത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഇന്നാണ്. അപ്പൊ ഇങ്ങനെ വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയുന്ന ആളാണ് PC ജോർജ് എന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ആ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ അതിനോട് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ആദ്യം മാധു പറഞ്ഞതുപോലെ മാധുവിന്റെ മോർണിംഗ് ഷോയിലാണ് ആദ്യത്തെ പ്രതികരണം വരുന്നത്. രണ്ടാമത് 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മലക്കം പറഞ്ഞു. 1 മണിക്കൂർ എടുത്തത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷേ ഈ സജി കുരിക്കാട്ട് എന്ന് പറയുന്ന ആള് വസന്ത് കേൾക്കാമോ? സെക്യുലർ ആയിരുന്നപ്പോഴും ഒക്കെ PC ജോർജിന്റെ സ്വന്തം ആളാണ്. അല്ല, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാമല്ലോ അല്ലെ മാധു? കേൾക്കാമല്ലോ. അതായത് ഈ സജി കുരിക്കാട്ട് എന്ന് പറയുന്ന ആള് PC ജോർജിന്റെ സ്വന്തം ആളാണ്. അദ്ദേഹം സെക്യുലർ ആയിരുന്നപ്പോഴും ജനപക്ഷമായിരുന്നപ്പോഴും ഒക്കെ PC ജോർജിന്റെ സന്തത സഹചാരിയാണ്. അതുകൊണ്ട് സജിയെ പറ്റി ഏതെങ്കിലും ഒരു BJP-കാരന് PC ജോർജിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PC ജോർജിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം തൊട്ട് സജി കുരിക്കാട്ട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ്. അപ്പൊ ഏറ്റവും നിയറസ്റ്റ് ഫ്രണ്ടിനെ പറ്റി, ഏറ്റവും നിയറസ്റ്റ് പൊളിറ്റിക്കൽ ഫ്രണ്ടിനെ പറ്റി ഏതെങ്കിലും ഒരു BJP-കാരൻ, അതായത് BJP-യിലേക്ക് PC ജോർജ് പറഞ്ഞിട്ട് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമൊന്നും ആയില്ലല്ലോ. അപ്പോ ഏതെങ്കിലും ഒരു BJP-കാരൻ വന്ന് സജിയെ പറ്റി PC ജോർജിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. 1. 2, PC ജോർജിന്റെ ഫിനാൻസ് മുഴുവൻ ഹാൻഡിൽ ചെയ്ത അദ്ദേഹമാണ് എന്ന് വ്യക്തിപരമായി എനിക്കറിയാവുന്നതാണ്. അത് ശരിയുമാണ്. അതിൽ BJP-ക്കും RSS-നും വലിയ എതിർപ്പ് ആ സംഘടനാ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. കാരണം RSS-കാരെയോ നേരിട്ട് BJP-കാരെയോ ഏൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന പഴയൊരു ജനപക്ഷക്കാരനെ ഇക്കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്നൊരു വിവാദം അവരുടെ കമ്മിറ്റികൾക്കായിട്ടുണ്ടായിരുന്നു. PC ജോർജ് ഇത് സ്റ്റാർ മണ്ഡലമാക്കണം, അതുകൊണ്ട് തന്നെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വാശി പിടിച്ച് BDJS-ൽ നിന്ന് ആ മണ്ഡലം മേടിച്ചതാണ്. അപ്പൊ അതിന് പിന്നിൽ പണത്തിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത്. മുമ്പ് BDJS മത്സരിച്ചുകൊണ്ടിരുന്നത്. BDJS-ന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം പിടിച്ചു വാങ്ങി താൻ മത്സരിക്കുന്നു. രണ്ടാമത് മകനെ പാലായി മത്സരിപ്പിക്കുന്നു. അങ്ങനെ 9 കോടി രൂപ തന്റെ കുടുംബത്തിലേക്ക്, പ്ലാത്തോട്ടം കുടുംബത്തിലേക്ക് ഈ പറയുന്ന ദേശീയ കമ്മിറ്റിയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമമാണോ ഇതിന് പിന്നിൽ നടന്നതെന്നുള്ള അന്വേഷിക്കണം. അല്ല, പക്ഷെ അദ്ദേഹത്തിന് കിട്ടാത്തോണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചെലവിനോ പോലും കിട്ടാത്തോണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത്. അല്ല, 4.5 മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതല്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 4.5 കോടി രൂപ അവിടെ എത്തിയിട്ടുണ്ട്. ആ പണം നേരിട്ട് പ്ലാത്തോട്ടത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പ്രശ്നം. പൂഞ്ഞാറിലേക്ക് എത്തി. പൂഞ്ഞാറിൽ നിന്ന് പ്ലാത്തോട്ടത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. അത് എത്തിയില്ല. അത് എവിടെ പോയി എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാവാത്തത്. അതാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത് മാധു 25 വർഷം MLA ആയിരുന്ന ആളാണ്. PC ജോർജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രചരണ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ നടത്തിയത് പിരിവ് പ്രവർത്തനമാണ്. നേരിട്ടറിയാം എനിക്ക്. വിവരങ്ങൾ വേണമെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ വെളിവിടാം. എത്ര രൂപ അവിടെ പിരിച്ചെടുത്തിട്ടുണ്ട് PC ജോർജും മകനും ചേർന്ന് ഈ ഇലക്ഷന്റെ ഭാഗമായി? കുറഞ്ഞത് 10 കോടി രൂപയുടെ ബിസിനസ്സാണ് പൂഞ്ഞാറിൽ BJP-യും PC ജോർജും ചേർന്ന് ഇലക്ഷൻ സമയത്ത് നടത്തിയത്. അതൊരു ഇലക്ഷൻ ഡ്രാമയോ ഇലക്ഷൻ പ്രവർത്തനമോ ആയിരുന്നില്ല. മറിച്ച് ഒരു മണി കളക്ടിങ് ബിസിനസ് ആക്കി മാറ്റുകയായിരുന്നു PC ജോർജും ഷോൺ ജോർജും പാലായിലും പൂഞ്ഞാറിലും. അപ്പൊ സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ നാക്കുപിഴ എന്ന് പറയാൻ പറ്റില്ല. ആ അവിശുദ്ധ നാക്കിൽ നിന്ന് വെളിയിൽ വന്നിരിക്കുന്ന ഈ വിശുദ്ധ വചനങ്ങൾ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ മോണിറ്റർ ചെയ്ത് അതിന്റെ അകത്ത് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞു. ആ കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ശ്രീ ജോർജ് പടിപ്പാറ, ഇതിപ്പോ BJP-യെ സംബന്ധിച്ചിടത്തോളം എത്ര വിവാദങ്ങളാണെന്നുള്ളതാണ്. പാലക്കാട്ട് നമുക്കറിയാം ശോഭ ജോർജുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. ശോഭ ജോർജ് കേൾക്കാമോ? ശ്രീ ജോർജ് പടിപ്പാറ കേൾക്കാമോ?
കേൾക്കാം. ശോഭ ജോർജ് അല്ല, ശോഭ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ, സോറി. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് നോട്ടും സാരിയും സുരേന്ദ്രൻ. കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഏതോ ഒരു സിമിയുടെ വല്യമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ് എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ പ്രതിരോധം. പിന്നീട് കിറ്റ് വിവാദമുണ്ടായി. പലയിടങ്ങളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കിറ്റുകൾ വെക്കുകയും അത് കണ്ടെത്തുകയും അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൊടിതോരണം ദേശീയ തലത്തിൽ നിന്ന് അവരുടെ കേന്ദ്ര നേതൃത്വം സൗജന്യമായി കൊടുക്കുന്ന കൊടിക്ക് പലചരക്ക് കടയിൽ ബില്ല് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട പരാതി BJP-യുടെ പ്രാദേശിക പ്രവർത്തകൻ തന്നെ നൽകി. ആ കേസ് മുന്നോട്ട് വന്ന് ഓർക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഹെലികോപ്റ്റർ കരാർ, കാർ വാടക തിരിമറി, അങ്ങനെ എല്ലാം കൂടി കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾക്കിടെയാണ് പരാതിക്കാർ ഈ കമ്മീഷൻ മുന്നിൽ ഹാജരാകാതെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് യാതൊരു തട്ടിപ്പും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യാനുള്ളൊരു ഏതാണ്ട് അതിൻ്റെ ഒരു അവസാനത്തിലേക്ക്, ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്താണ് PC ജോർജ് വക വെടിപൊട്ടിക്കൽ. മാധു, ഒരു കാര്യം ഷാബു പ്രസാദ് പറഞ്ഞതിനോട് നമുക്ക് തത്വത്തിലെങ്കിലും യോജിക്കേണ്ടി വരും. ഈ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്കൊന്നും അല്ല യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഓരോ സ്ഥാനാർത്ഥികളും മുടക്കുന്നത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ 40 ലക്ഷം കൊണ്ട് ഒന്നും ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പറ്റില്ല. അവിടെ അടിച്ചുകൂട്ടുന്ന മൾട്ടി കളർ പോസ്റ്ററുകൾക്ക് മാത്രം അതിൽ കൂടുതൽ കാശ് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഓരോ ബൂത്ത് തലത്തില്, പ്രത്യേകിച്ച് ഇപ്പൊ ഇടതുപക്ഷത്തെ പോലുള്ള പാർട്ടികൾക്ക് ഒരുപക്ഷെ ഈ പണം ചെന്നില്ലെങ്കിൽ പോലും മറ്റു ചില അത് കേഡർ സ്വഭാവം ഉള്ളതുകൊണ്ട് അവർക്ക് പ്രവർത്തിച്ചേ മതിയാവും, വീട് കയറിയേ പറ്റുള്ളൂ. മറ്റു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ബൂത്തിലേക്കും ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞ പണം പമ്പ് ചെയ്യണം. ഇപ്പൊ PC ജോർജ് പറഞ്ഞൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ, ഒരു ബൂത്തില് ഏതാണ്ട് 30,000 രൂപ വെച്ച് കൊടുക്കാനുള്ള ധാരണയായിരുന്നു. അങ്ങനെ കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോ ഒരു നിയോജകമണ്ഡലത്തിൽ എത്ര ബൂത്ത് ഉണ്ടാവും? 140 ബൂത്തുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അത്രയധികം പണം ബൂത്തുകളിൽ പ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ അതിന്റെ പുറമെ ഈ ഇലക്ഷൻ പ്രവർത്തനമൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ സജീവ പ്രവർത്തകർക്കെല്ലാം ഈ പണത്തിന് പുറമെ തച്ചുകാശും ചിലർക്ക് കൊടുക്കണം. പിന്നെ അവരുടെ സന്തോഷത്തിന് കോഴിയും കള്ളും ഒക്കെ കൊടുക്കണം. ആ കള്ള് പലപ്പോഴും വീര്യമുള്ള എന്ന് പറഞ്ഞാൽ വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള അങ്ങനെ ഇതൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ 40 ലക്ഷം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കണ്ണു വെട്ടിക്കുന്ന, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാം 40 ലക്ഷം എന്നുള്ളതിന് പകരം ഇപ്പൊ നമ്മൾ കേട്ടത് എന്താ, CPM തന്നെ ഒരു മണ്ഡലത്തിലേക്ക് എത്ര കാശ് വെച്ച് കൊടുത്തു, AICC എത്ര ഫണ്ട് കൊടുത്തു ഒരു മണ്ഡലത്തിലേക്ക് സ്പെഷ്യൽ. അതുകൊണ്ട് മതിയാകാതെ വന്നപ്പോൾ KC വേണുഗോപാൽ തന്നെ പല മണ്ഡലത്തിലും നേരിട്ടെത്തി സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുത്തു. അത് തന്നെ ഏകദേശം ഈ പൈസയിലൊക്കെ കൂടുതലാണ്. ഈ 40 ലക്ഷത്തിനൊക്കെ മുകളിൽ പല മണ്ഡലങ്ങൾ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നൊക്കെ വേർതിരിച്ചിട്ടാണ് കോൺഗ്രസ് ഓരോ മണ്ഡലത്തിലും പൈസ കൊടുത്തത്. അത് തന്നെ 1 കോടിയുടെയും 1.5 കോടിയുടെ ഒക്കെ കണക്കുകളൊക്കെ അങ്ങാടിപ്പാട്ടായിട്ട് കേൾക്കുന്നുമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ 40 ലക്ഷത്തിന്റെ കണക്കൊക്കെ അത് ഈ പറഞ്ഞ പോലെ ആരെ ബോധ്യപ്പെടുത്താനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് മൂക്കിപ്പൊടി വലിക്കാൻ തികയുമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ആ കണക്കുകൾ ഇവർ പറയുന്ന കണക്ക് അങ്ങ് വിഴുങ്ങുന്നു. ഇതൊക്കെ നാട്ടു നടപ്പല്ലേ, കാര്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കീറി കെട്ടാൻ പറ്റില്ലല്ലോ, കിള്ളിപ്പൊളിച്ച് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു കണക്ക് ഒപ്പിച്ചു കൊടുക്കും, ഇലക്ഷൻ കമ്മീഷൻ അത് ശരി. ജോർജ് പള്ളി പറഞ്ഞ ശരി, അത് നേരത്തെ അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം. പക്ഷെ ഇതിപ്പോ BJP-യിൽ ഞാൻ എണ്ണി പറഞ്ഞ കുറെ ഏറെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. അത് പറയാത്ത കാര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ തൃശ്ശൂരത്തെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞല്ലേ, ചാക്കിൽ കെട്ടി 10-16 കോടി 10-16 കോടി. അപ്പൊ ഇത് പണം എത്രയാ വരുന്നത് എന്നുള്ളതിന് വല്ല കണക്കുണ്ടോ? അതായത് ഏറ്റവും കൂടുതൽ പണം വരുന്നത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ, അതിനപ്പുറത്ത് മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളം എന്ന് പറയുന്നത്, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പോലും കോടാനുകോടികൾ നേരത്തെ ഈ പറഞ്ഞ സുരേന്ദ്രന്റെ കാലത്ത് കോടാലി അല്ലെങ്കിൽ അവിടെ വെച്ചൊക്കെ പിടിച്ച കഥയും നമുക്കറിയാം. അതിന്റെ അന്വേഷണം എവിടെ പോയി എന്നും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പണം ഗംഭീരമായിട്ട് വരുന്നുണ്ട് BJPക്ക് വേണ്ടി. ഇവിടെ PC ജോർജിന് ഈ 4.5 കോടി ആ മണ്ഡലത്തിലേക്ക് കിട്ടി അല്ലെങ്കിൽ അയച്ചു, അത് സത്യമായിരിക്കും. 4.5 കോടി ആയിരിക്കാം ശരാശരി ഒരു B ക്ലാസ് മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ജയസാധ്യത ഉണ്ട് എന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു 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 ആവറേജ് മണ്ഡലത്തിൽ അവർ കൊടുക്കുന്നത്. ആ 4.5 കോടി വന്നു. പക്ഷെ അതിൽ എനിക്കൊന്നും കിട്ടിയില്ല, ഞാനൊന്നും കണ്ടില്ല, ഞാൻ അറിഞ്ഞേയില്ല, കേട്ടേയില്ല എന്നൊക്കെ PC ജോർജ് പറയുന്നത് എത്ര കണ്ട് വിശ്വസിക്കാന്നുള്ളത് ഞാൻ അത് വിചാരിക്കുന്നില്ല. PC ജോർജ് ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള കക്ഷിയാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്കാണ് അദ്ദേഹത്തെ കുരുക്കുന്നത്. ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ പലതരം മിടുക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ആ മിടുക്കിനെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ആ തന്റെ ഇടത്തെയൊക്കെ ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ, ആ ഹീറോ വർഷിപ്പുള്ള ആ പൂഞ്ഞാർ മണ്ഡലത്തിലെ ആളുകൾ കുറെ കാലം
അദ്ദേഹത്തെ ഹീറോ ആക്കി വാഴിച്ചു. അദ്ദേഹത്തിന്റെ ആ ഹീറോയിസത്തെ അവർക്ക് താല്പര്യമായിരുന്നു. ഇപ്പൊ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ടാക്ടിക്കൽ എറേഴ്സ് സംഭവിക്കുകയാണ്. ഒടുവിൽ എത്ര അത് മാറി കടന്നാണ് യു ഡി എഫിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ജനപക്ഷം, അത് കഴിഞ്ഞ് ബി ജെ പി, ഇങ്ങനെ എത്ര ചാട്ടം ചാടിയിട്ടാണ് അദ്ദേഹം ഒടുവിൽ ഇപ്പൊ ബി ജെ പിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം. ഇനി ചാടാൻ ഒരു സ്ഥലമില്ല. അതിനിടയ്ക്കാണ് ബി ജെ പിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. 4.5 കോടി വന്നു, എനിക്ക് അറിഞ്ഞൂടാ അത് എന്ത് ചെയ്തു എന്ന്, എന്റെ കയ്യിൽ ഒന്നും കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ 1 മണിക്കൂറിനുള്ളിൽ മലക്കം മറിയാണ്. അത് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സജീവന്റെ കയ്യിലാണ് ആ പൈസയുടെ കണക്കെല്ലാം. എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ 10-30 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വസ്ത സന്തത സഹചാരിയായിട്ടുള്ള വലങ്കയായിട്ടുള്ള ആളാണ് ഈ പണമൊക്കെ ചെലവഴിച്ചത്. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ ഒരു പൈസ പോലും കളവ് നടത്താത്ത ഒരു റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കാരണവശാലും ഒരു കള്ളവും ചെയ്യില്ല. നേരത്തെ പറഞ്ഞത് ഒരു പൈസ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വന്നില്ല, എവിടെ ചെലവഴിച്ചു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പറയുന്നു, അദ്ദേഹം മലക്കം മറിഞ്ഞ് പറയുന്നു, ഒരു പണം പോലും, ഒരു ചില്ലിക്കാശ് പോലും കൃത്രിമം കാണിക്കാത്ത, ചതി ചെയ്യാത്ത, ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു മണിക്കൂറിനുള്ളിൽ മലക്കം പറഞ്ഞത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാധു. ഈ 1 മണിക്കൂറിനുള്ളിൽ പി സി ജോർജ് എന്തുകൊണ്ട് ഇങ്ങനെ മലക്കം പറഞ്ഞു? അങ്ങനെ പറഞ്ഞ വാക്ക് പെട്ടെന്ന് വിഴുങ്ങുന്ന ഒരാളൊന്നും അല്ല പി സി ജോർജ്. ഒരു ഫൈറ്ററാണ്. ബാക്കി എന്ത് കുഴപ്പം അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം ഒരു പോരാളിയാണ്. ആ പോരാളിയായിട്ടുള്ള പി സി ജോർജ് വെറും 1 മണിക്കൂർ കൊണ്ട് ഇത്തരത്തിലുള്ള യു ടേണെന്നോ സമ്മർ സോൾട്ടെന്നോ എന്ത് വേണേ വിശേഷിപ്പിക്കുക, ഇങ്ങനെ മറിയണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ മറിയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? വളരെ ശക്തമായ വാണിംഗ് അല്ലെങ്കിൽ മുന്നറിയിപ്പ്, വളരെ ശക്തമായ താക്കീത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. ആ താക്കീത് എവിടുന്ന് വന്നു? ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ താക്കീത് ചെയ്താൽ അദ്ദേഹം ഇത്രത്തോളം വരണ്ടു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വരലുന്നൊരു പാർട്ടിയല്ല അദ്ദേഹം, എനിക്കറിയാവുന്ന പി സി ജോർജ്. പക്ഷെ ഇപ്പോ 1 മണിക്കൂറിനകം ഇത്രത്തോളം സമ്മർസോൾട്ട് അടിച്ച് യു ടേൺ അടിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറ ഷോക്കല്ല അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായിട്ട് ഇതിലൊരു കാരണം മാധു നേരത്തെ പറഞ്ഞു. ഇതിനു മുമ്പുണ്ടായ ഈ പറഞ്ഞ അഴിമതിയുടെയും ഈ കൃത്രിമത്തിന്റെയും അതുപോലെ തന്നെ ആ പണം ചെലവഴിച്ച രീതികൾ, അത് അമക്കിയ രീതികളെ കുറിച്ചൊക്കെ പാർട്ടി ഏതാണ്ട് അന്വേഷിച്ച് ഒരു വിധത്തിൽ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് മുഖം രക്ഷിച്ചു വരുന്നതിനിടയിലാണ് പി സി ജോർജിന്റെ ഈ പറഞ്ഞ ഈ തുറന്ന് പറച്ചിൽ അല്ലെങ്കിൽ ഈ ഭയങ്കര ആയിട്ടുള്ള ആക്രമണം. ഈ ആക്രമണം ഇനി അത് വരുന്നതോട് ബാക്കിയെല്ലാം വീണ്ടും റീഓപ്പൺ ചെയ്യപ്പെടുമെന്ന് പാർട്ടി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അതിശക്തമായ താക്കീത് പി സി ജോർജിന് കിട്ടിയിട്ടുണ്ടാകാം. ആ താക്കീതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇത് ശരിയാവില്ല, ഇത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല എന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിങ്ങൾ ഇങ്ങനെ ഈ അപകടത്തിലാക്കരുത് എന്ന് ഒരുപക്ഷെ ഷോൺ ജോർജ് കൃത്യമായ താക്കീത്, അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായ താക്കീതോട് കൂടി തന്നെയാണ് മലക്കം മറിച്ചിൽ എന്നത് വ്യക്തവുമാണ്. അത് എവിടെ നിന്ന് കിട്ടി? കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ? അതുകൊണ്ടാണോ ഇനി അദ്ദേഹത്തിന് പെട്ടെന്ന് മോദിയേക്ക് ഓർമ്മ വന്നത് എന്നറിയില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണോ എന്നും അറിയില്ല. എന്തായാലും പി സി ജോർജ് അന്ന് പറഞ്ഞതിനെയും പിന്നീട് തിരുത്തി പറഞ്ഞതിനെയും കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് ഒരു പരാതിയുമില്ല എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ വസ്തുത. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ ഷാബു പ്രസാദ്, ഒന്ന് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ CPM പ്രതിനിധിയോടും കോൺഗ്രസിന്റെ പ്രതിനിധിയോടും ചോദിച്ചു, അവർ ഈ തരത്തിൽ തന്നെയാണോ ഇങ്ങനെ പണം ഒഴുക്കിയിട്ട് തന്നെയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു CPM അങ്ങനെ ഇല്ല എന്നത്. ഞാൻ ശ്രീ വസന്ത് ശ്രീകളോട് ചോദിച്ചു, അദ്ദേഹവും അത് നിഷേധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പറയുന്ന പ്രതികരണം എന്ന് പറയുന്നത് പി സി ജോർജിൻ്റേത് മാത്രമാണ് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുത. ഇനി അതിനേക്കാൾ കൗതുകകരമായ ഒരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഒരാൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന ഒരു മറുപടി ചോദിക്കുകയോ അതിൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. പി സി ജോർജ് എന്തോ പറഞ്ഞു, പി സി ജോർജ് അത് തിരുത്തി പറഞ്ഞു, അവിടെ തീരുന്നു. സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ യാതൊരു അതൃപ്തിയുമില്ല. ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണനെയും സുഹൃത്ത് വസന്ത് സിറിയക്കിനെയും കുറ്റം പറയാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. കാര്യം അവർക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി ഇവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ പൊതുജന മധ്യത്തിൽ തുറന്നു പറയുന്നതിനും പരിമിതികളുണ്ട്. ഇപ്പം ഞാനൊരു BJP പ്രതിനിധി ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഞാനൊരു BJPയുടെ മെമ്പർഷിപ്പെങ്കിലും എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ, BJPയുടെ നിലപാടുകൾ ഔദ്യോഗികമായിട്ട് വിശദീകരിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ എനിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. ഇതൊരു വാസ്തവമാണ്. ഇത് മാധുവിന് മനസ്സിലാവാത്തതൊന്നുമല്ല. പിന്നെ ഈ ചർച്ചയുടെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് മാധുവിനോട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്ന് മാധുവിനും അറിയാം, എനിക്കും അറിയാം, കേട്ടിരിക്കുന്നവർക്കും അറിയാം എന്താണ് ഇതിൻ്റെ വാസ്തവം. വളരെ കൃത്യമായിട്ട് ഇവിടെ പൊടിവാർ സാറ് വളരെ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തു.
എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം BJPക്കും പണം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഞാൻ നിഷേധിക്കുകയൊന്നുമില്ല. അതൊരു വാസ്തവം തന്നെയാണത്. ഇല്ല, ഞാൻ എന്തിനാണ് നിഷേധിക്കുന്നത്? പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കലാപരിപാടികളിൽ BJP ഇനിയും കുറേ കൂടെ അവധാനത പുലർത്തേണ്ടതുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പ്രാവീണ്യം നേടേണ്ടതുണ്ട്. ഇതുപോലെ ധൈര്യമായിട്ട് വന്നിരുന്ന് ഇപ്പം ശ്രീ KT കുഞ്ഞിക്കണ്ണനെ പോലെയും അല്ലെങ്കിൽ വസന്ത് സിറിയക്കിനെ പോലെയും ഒക്കെ വന്ന ഒരു എക്സാമ്പിളെങ്കിലും കാണിച്ചതാ, ധൈര്യമുണ്ടെ കൊണ്ടുപോവാ എന്നൊക്കെ ധൈര്യമായിട്ട് പറയാൻ ഒരു എക്സ്പീരിയൻസിലേക്ക് കേരളത്തിലെ BJP ഇനി കുറെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കാര്യം ചെറിയ പാർട്ടിയല്ലേ. പ്രാവീണ്യമുണ്ട്. ഇത് പുത്തൻ BJP ആയതുകൊണ്ട് ആണ് എന്ന് തോന്നുന്നു. അല്ല, ഇപ്പം ഇതിൻ്റെ അകത്ത് പുതിയ ആൾക്കാരൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ നേടേണ്ടതുണ്ട്. എനിക്ക് തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്താണ് അതിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ എണ്ണി പറഞ്ഞ കുറെ ഏറെ കാര്യങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇങ്ങനെ ഈ തരത്തിൽ പണം കൊണ്ട് അമ്മാനം ആടിക്കളയാം എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി ഉണ്ടാകുന്നത് എങ്ങനെയാണ് BJPക്ക്? പാലക്കാട് മുതൽ ഇങ്ങോട്ട് പലയിടങ്ങളിലായി തിരുവനന്തപുരത്തുള്ള മണ്ഡലങ്ങളിലടക്കം ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ ഇതിൽ നേതൃത്വത്തിന് യാതൊരു പരാതിയുമില്ല എന്നുള്ളതാണ്. പാർട്ടി കൊടി, തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന പാർട്ടി കൊടി ദേശീയ നേതൃത്വം സൗജന്യമായി കൊടുക്കുന്നതാണ്. പലചരക്കുടെ കടയിലെ ബില്ല് വെച്ചിട്ടാണ് അത് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതിൽ അന്വേഷണം വന്നിരിക്കുന്നത് പരാതി കൊടുത്ത ഒരു പാർട്ടിക്കാരൻ തന്നെയാണ്, ചടയമംഗലത്തോ മറ്റുള്ള ഒരാളാണ്. അതിനുശേഷം അങ്ങനെ ഒരു പരാതിയുമില്ല, അതിലൊരു അന്വേഷണവുമില്ല, ആർക്കുമെതിരെ നടപടിയുമില്ല. അപ്പോൾ ദേശീയ നേതൃത്വം ഇങ്ങോട്ട് അയക്കുന്ന പണത്തിന് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല എന്നതാണോ? എൻ്റെ മാധവ്, ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഷയിൽ വലതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ സംഘപരിവാർ സഹയാത്രികൻ. ഞാൻ 100% എൻ്റെ രാഷ്ട്രീയ ചിന്താഗതി ഇത് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഞാൻ മാറി നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ പറയാവുന്ന എത്രയോ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കലാപരിപാടികളിൽ BJPക്ക് ഇനിയും പ്രാവീണ്യം നേടേണ്ടതായിട്ടുണ്ടെന്നേ. അതാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രത്തിനെ പറ്റിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ BJP ഇനിയും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഒരു നല്ല അനുഭവമാണ് എന്ന് കരുതുക എന്ന് വിചാരിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാന വ്യാപകമുണ്ടായ പല ആരോപണങ്ങളാണ്. അതിലങ്ങേക്ക് വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, അല്ല, എൻ്റെ വ്യത്യസ്തമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അകത്ത് എന്താണ് എൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതെല്ലാം ഉണ്ട്. മാധുവിന് അത് വായിച്ചെടുക്കാനുള്ള സാമാന്യ ബോധവും അനുഭവജ്ഞാനവും ഒക്കെ ഇല്ലേ? അതൊക്കെ മനസ്സിലാക്ക്, അത്രയേ ഉള്ളൂ. അത് കേൾക്കുന്നവർക്കും അതൊക്കെ മനസ്സിലാവും. പക്ഷേ എൻ്റെ ഇവിടുത്തെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ചെലവഴിക്കുന്ന പണത്തിനെ പറ്റിയും അതെങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റിയും ഒരു പൊതു ചർച്ചയ്ക്ക് ഇത് കാരണമാകുന്നുവെങ്കിൽ അതിലേറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണ പൗരനെന്നുള്ള നിലയിൽ ഞാനായിരിക്കും. ഒരു സംശയവുമില്ല. അത് കാര്യം, ഈ നാട്ടിലെ അഴിമതിയുടെ ഏറ്റവും മൂല കാരണം കിടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കപ്പെടുന്ന കണക്കില്ലാത്ത പണമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 12 വർഷം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? കുറച്ചൊക്കെ അപഹാസ്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാലക്കാട്ടെ വോട്ടിന് നോട്ട് കൊടുക്കുന്ന സാഹചര്യം, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മാധുവിന് മനസ്സിലായില്ലേ? ഇതിന് അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ, ഈ ഒരു ശുദ്ധീകരണത്തിന് അല്ലെങ്കിൽ ഒരു പൊതു ചർച്ചയ്ക്ക് ഈ ഒരു സംഭവം ഒരു കാരണമായെങ്കിൽ നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ. BJP ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇപ്പോൾ PC ജോർജ് ഇങ്ങനെ വിളിച്ചു പറയണം എന്ന് BJP ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിച്ചതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനമധ്യത്തിൽ മാധ്യമങ്ങളിലും ചർച്ചയാണോന്ന് BJP എന്നല്ല ഒരു സംഘടനയും ആഗ്രഹിക്കുന്നതല്ല. അത് സംഭവിച്ചു. അത് സംഭവിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞിക്കണ്ണൻ്റെയും വസന്ത് സിറിയക്കിൻ്റെയൊന്നും പാർട്ടിയുടെ ഒരു പരിചയം BJPക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ BJP അത് കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടായിട്ടുണ്ടാവില്ല. അതാണ് ഞാനിതിനെ, അതായത് BJP അടക്കം
BJPക്ക് കൂടി, അല്ലാതെ ഇപ്പം ഉള്ള ഈ ഒരു സംഭവങ്ങളെ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ തെരഞ്ഞെടുപ്പിലെ പണത്തിൻ്റെ ചെലവഴിക്കലിനെ പറ്റിയുള്ള ഒരു യാഥാർത്ഥ്യവും ഞാൻ നിഷേധിക്കുന്നില്ല. അല്ലാതെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ഈ CPM അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. CPM കറക്റ്റ്, അതായത് ഓരോ മണ്ഡലങ്ങളും ആ 40 ലക്ഷം രൂപ റൗണ്ട് ചെയ്ത് അതിനപ്പുറത്തേക്ക് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല എന്നൊക്കെ പറയാനുള്ള തൊലിക്കട്ടിയും ധൈര്യം എനിക്കില്ല മാധു. അതിനുള്ള ധൈര്യം എനിക്കില്ല. സോറി, അതിന് ഞാൻ തിരികെ സ്വാഗതം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, BJPക്ക് കക്കാനും പിന്നെ നിൽക്കാനും അറിയാത്തതിന്റെ പ്രശ്നമാണോ? അല്ല, ആദ്യമേ മാധു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് PC ജോർജ് ഇങ്ങനെ ഒരു പ്രസ്താവന BJP യോഗത്തിൽ നടത്തിയിട്ട് അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നൊരവസ്ഥയുണ്ടായിട്ട് PC ജോർജിനോട് ഈ കാര്യത്തിലൊരു വിശദീകരണം BJP നേതൃത്വം ചോദിച്ചില്ല എന്നുള്ളതാണ്. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും PC ജോർജ് തലകുത്തി മറിയുന്നത് മാത്രമാണ് നമ്മൾ കേട്ടത്. BJP നേതൃത്വം എന്തുകൊണ്ടാണ് PC ജോർജ് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയാത്തത്? ഇവിടെയാണ് ഷാബു പ്രസാദിൻ്റെ വലതുപക്ഷ യുക്തി വളരെ പ്രസക്തമാവുന്നത്. ഷാബു പ്രസാദിനെ ഞാൻ നമിക്കുകയാണ്. എല്ലാത്തിനെയും സാമാന്യവൽക്കരിച്ച് അങ്ങനെ അതിനെന്താണ് ന്യായീകരിക്കുക എന്നുള്ളത് വലതുപക്ഷത്തിൻ്റെ ഒരു യുക്തിയാണ്. അദ്ദേഹത്തെ വലതുപക്ഷ നിരീക്ഷകൻ എന്ന് ഞാൻ വിളിക്കാറില്ല. അദ്ദേഹം BJPയുടെയും RSSൻ്റെയും പ്രതിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിയാണ്. അപ്പോൾ ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് എല്ലാവരും മോശക്കാരാണ്, എല്ലാവരും കൊളരാത്തവരാണ്, എല്ലാവരും ഇഷ്ടം പോലെ പണം ചിലവാക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ BJPക്ക് മാത്രം ഇങ്ങനൊരു പ്രശ്നം? അപ്പോൾ പണം ഇഷ്ടം പോലെ ചിലവാക്കുന്നുണ്ട്. 40 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് KT കുഞ്ഞിക്കണ്ണനും ഇവിടെ വാസ്തുശ്രീയൊക്കെ പറയുന്ന അവരെ തൊലിക്കെട്ടി കൊണ്ടാണ്. തൊലിക്കെട്ടി കൊണ്ടല്ല, രാജ്യത്തിൻ്റെ നിയമമാണ്. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സുതാര്യമാകണമെങ്കിൽ, ജനാധിപത്യ പ്രക്രിയ സത്യസന്ധമാകണമെങ്കിൽ, പണാധിപത്യത്തെ ഒഴിവാക്കണമെങ്കിൽ ചെയ്യേണ്ടത് രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാർട്ടികൾക്ക് ഗവൺമെൻറ് അതിൻ്റെ പണം അലോട്ട് ചെയ്യണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. ഒരു ജനാധിപത്യ പ്രക്രിയയെ സുതാര്യമാക്കാൻ ഗവൺമെൻറ് അതിൻ്റെ സംവിധാനങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വൻകിട കോർപ്പറേറ്റുകളുടെ പണം സ്വീകരിച്ച് അവർക്ക് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പണം സമാഹരിക്കുന്നത്. ഇവിടുത്തെ വലതുപക്ഷ പാർട്ടികൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇടതുപക്ഷം മാത്രമാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് വലതുപക്ഷം കോർപ്പറേറ്റ് ഫണ്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞത്? കോർപ്പറേറ്റുകളുടെ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, അത് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, തങ്ങളുടെ നിക്ഷേപ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ വലതുപക്ഷ പാർട്ടികൾ സഹായം നൽകണം, സംരക്ഷണം നൽകണം. അതിനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് നിയമവൽക്കരിച്ചു BJP. അപ്പം നമ്മളെ ഇലക്ഷൻ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ത്യയിലെ തന്നെ എത്രയോ ഏജൻസികൾ ഇത് സംബന്ധമായ പഠനം നടത്തിയിട്ടുള്ളൂ, എത്രയോ പ്രസിദ്ധീകരണങ്ങൾ ഇത് സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളൂ. നമ്മുടെ ഇലക്ഷൻ സുതാര്യമാകാത്തത്, അത് പണാധിപത്യത്തിന് വഴങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ഷൻ രംഗത്ത് നമുക്ക് ഈ കാര്യത്തിൽ ശക്തമായ രീതിയിൽ ഇടപെടാൻ, ഈ പണാധിപത്യത്തെ നിയന്ത്രിക്കാൻ കഴിയാവുന്ന ഒരു നിയമവുമില്ല. അത്തരം നിയമം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇവിടെ ഷാബു പ്രസാദ് ഇതിനെ സാമാന്യവൽക്കരിച്ച് ഇതിനെ ന്യായീകരിക്കുകയാണ്. ഇത് എല്ലായിടത്തുണ്ട്, എല്ലാവരിലുണ്ട്, എല്ലാ പാർട്ടികളും കണക്കാണ് എന്ന് വരുത്തുകയാണ്. ഇതാണ് വലതുപക്ഷത്തിൻ്റെ സ്ഥിരം യുക്തി. ഇത് അങ്ങേയറ്റ അപകടകരമായ ഒരു പ്രതിലോമ യുക്തിയാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ ജോർജ് പടിപ്പാറ, ഈ കഴിഞ്ഞ കാര്യങ്ങളിലൊന്നും, ഈ കഴിഞ്ഞ കേസുകളിലൊന്നും ഇപ്പോൾ 2 പരാതിക്കാരേ ഇല്ലാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഓഫീസ് സെക്രട്ടറി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഓഫീസ് സെക്രട്ടറി പുറത്താകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ GST ബില്ലടക്കമുള്ള കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന കാര്യം പകൽ പോലെ വ്യക്തമായിട്ടും പാർട്ടി നേതൃത്വത്തിന് ഒരു പ്രശ്നവുമില്ല. കഴിഞ്ഞ ദിവസം ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് പുറത്തേക്ക് വന്നിട്ടുമില്ല. അതിൽ വിളിച്ചു പറഞ്ഞ നേതാക്കൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. ഈ കേസും ഈ വാർത്ത വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ PC ജോർജിനെ കൃത്യമായി ബ്രീഫ് ചെയ്ത് പുറത്തേക്ക് ഈ കാര്യങ്ങൾ മാത്രമാണ് പറയേണ്ടത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ തന്നെയാണ് PC ജോർജിനോട് സംസാരിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് 2-3 ചോദ്യങ്ങൾക്കപ്പുറത്ത് PC ജോർജിനെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സംസാര രീതിയായി പോകും എന്നുള്ളതുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രകോപിതനായ സമയത്ത് ഞാനത് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലാത്ത ഈ അതൃപ്തി എന്ന് പറയുന്നത് പുറത്തേക്കൊന്നും വരരുതെന്ന നിർബന്ധ ബുദ്ധിയുടെ തെളിവല്ലേ? തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ ഒരു ആവശ്യമാണല്ലോ.
മാത്രമല്ല ഈ ഇലക്ഷൻ ഫണ്ടിനെ സംബന്ധിച്ച് ഇലക്ഷന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് പണം ഒഴുകി വരുന്നത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിട്ടുള്ള പാർട്ടി BJP ആണെന്ന് ആർക്കാ അറിയാത്തത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം, വലിയ ആരോപണമായിരുന്നല്ലോ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ എതിരാളിക്ക് പിന്മാറാനായിട്ട് പണം കൊടുത്തത് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കോടാലിയിൽ വെച്ച് വലിയ തുക 4 കോടി 5 കോടി എത്ര കോടിയാണ്, അതെല്ലാം വലിയ തോതിൽ കേരളം മുഴുവൻ വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന പണം പിടിക്കപ്പെട്ടതും അവസാനം അത് ഏത് രീതിയിലാണ് അതിന്റെ അന്വേഷണം പോയതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പണം പുറത്തുനിന്ന് വരുന്നത് ഒരു ഫണ്ടിനത്തിൽ, തെരഞ്ഞെടുപ്പ് ഫണ്ടിനത്തിൽ ഏറ്റവും കൂടുതൽ പണം വരുന്നത് BJPക്കാണ്. ഇപ്പോ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഇപ്പൊ മിക്ക നിയോജകമണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് BJPയാണ്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് വാഹനങ്ങൾ ഓടുന്ന BJPയുടെയാണ്. ഒരു സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും, അതായത് ഇപ്പൊ എന്റെ മണ്ഡലമായിട്ടുള്ള ഉല്ലൂരിലൊക്കെ സത്യത്തിൽ BJPക്ക് ഒരു സാധ്യതയില്ലായിരുന്നു. അത് അവർക്കും അറിയാം നന്നായിട്ട്. പക്ഷെ ദിവസങ്ങളോളം ഈ പറഞ്ഞ പോലെ കാലത്ത് തൊട്ട് വൈകുന്നേരം ഏറ്റവും ആദ്യം മൈക്ക് കെട്ടി പ്രചരണം തുടങ്ങിയത് BJPയാണ്. അത് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഒരു പഞ്ചായത്തില് 5ഉം 6ഉം വണ്ടികൾ അവിടെ പോകാത്ത ഒരു മുക്കും മൂലയും പോലും ഇല്ലാതെ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്ത് പണമാണ് ഈ മുടക്കിക്കൊണ്ടിരിക്കുന്നത്, എത്രമാത്രം തുക ഇതിനൊക്കെ ആവശ്യമുണ്ട് ഈ പോസ്റ്റർ ഒട്ടിക്കാൻ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും UDF ഒക്കെ അവരുടെ പ്രവർത്തകരെ ഉപയോഗിച്ചാണ് വലിയ തോതിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതും ബാനറുകൾ ചെയ്യുന്നതും കട്ടൗട്ടുകൾ സ്ഥാപിക്കുന്നതും ഒക്കെ. പക്ഷെ BJP ഇത് മുഴുവൻ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയാണ്. അവരാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തകർ പലയിടത്തും ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം രായ്ക്ക് രാമാനും നേരം വെളുക്കുമ്പോഴേക്കും ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ആയിരക്കണക്കിന് പോസ്റ്റർ ഒട്ടുകയാണ്. അതുപോലെ തന്നെ കട്ടൗട്ടുകൾ, ഹോർഡിങ്ങുകൾ സ്ഥാപിക്കപ്പെടുകയാണ്. ഇത് ഒരു പ്രവർത്തകരും ഒന്നും അറിയുന്നില്ല. ഇതെല്ലാം ഇവന്റ് മാനേജ്മെന്റ് പണം കൊടുത്താൽ ഇതെല്ലാം രാത്രി അല്ലെങ്കിൽ രായ്ക്ക് രാമാനോ ഇതെല്ലാം ചെയ്തു കൊടുക്കാവുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഈ പണം മാത്രം മതി. ആ പണം BJP യഥേഷ്ടം ഒഴുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ പണം മറ്റാർക്കും സമാഹരിക്കാനാവാത്ത അത്രയും പണം BJPയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അവര് പണം ഇനി ഒഴുക്കും. തെരഞ്ഞെടുപ്പ് വിജയിക്കുമെങ്കിൽ, ഇനി വിജയിച്ചില്ലെങ്കിൽ പോലും വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടിയെടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന രീതിയിൽ വോട്ടിന് നോട്ടൊക്കെ കൊടുത്തത്. 5000 രൂപ കൊടുക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിന് പിന്നെ എന്തെല്ലാം ഭാഷയാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. അതിൽ പാർട്ടി എന്ത് അന്വേഷണം നടത്തിയെന്നും എന്ത് ശിക്ഷ വിധിച്ചു എന്നും മേലിൽ ഇത്തരം കാര്യം ഈ രീതിയിൽ കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പാർട്ടി എന്ത് ജാഗ്രത. ഇലക്ഷൻ കമ്മീഷൻ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ എന്ത് ചെയ്തു എന്നുള്ളത് മൊഴിയെടുക്കാനോ മറ്റോ വിളിച്ചു എന്നാണ് പറയുന്നത്. അത് പാർട്ടി നിഷേധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇത്രയും നാളായി അതിലെന്ത് നടപടി എടുത്തെന്ന് പോലും നമുക്കറിയില്ല. ഈ കൊടിയും തോരണവും വാങ്ങാൻ സ്വകാര്യ ഏജൻസിയുമായി 3.5 കോടി രൂപയുടെ കരാർ ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. കേന്ദ്രം ഇതൊക്കെ സൗജന്യമായി നൽകിയതാണ്. പക്ഷേ കൊടിയും തോരണവും വാങ്ങിയ വകയിൽ ഒരു സംസ്ഥാന സെക്രട്ടറി യുവമോർച്ച നേതാവും 54 ലക്ഷം രൂപ കമ്മീഷനായി തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു ആരോപണം. ഒരിടവേള കൂടി തിരിച്ചുവരാം. വസന്ത് സിരക്, നിയമ നടപടിയിലേക്ക് കടക്കുമോ കോൺഗ്രസ്? തീർച്ചയായും. നോക്കൂ, ഇപ്പോ ഷാബു ചേട്ടൻ പറഞ്ഞതുപോലെ, അദ്ദേഹം എന്റെ സ്നേഹിതനൊക്കെയാണ്, അദ്ദേഹം പറയുന്ന പോലെ നിങ്ങൾ ഇത് വലിയ ഇഷ്യൂ ആക്കണ്ട. 75 വയസ്സുള്ള നരേന്ദ്രമോദിക്ക് 74 വയസ്സുള്ള ഒരു മകനെ കിട്ടിയില്ലേ, അതാണ് ഇതിന്റെ ആത്യന്തികവും അവസാനവുമായിട്ടുള്ള ഫലം. അതുകൊണ്ട് ഞങ്ങൾ BJPക്കാരൊക്കെ സന്തോഷവാന്മാരാണ്. കാരണം അദ്ദേഹത്തിന് കുടുംബമില്ല എന്നാണല്ലോ നിങ്ങൾ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു മകനുണ്ട്, PC ജോർജ്. ഞങ്ങൾ ആനന്ദലബ്ധിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം സാർ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തൽക്കാലം ജനാധിപത്യ ബോധമുള്ള ആർക്കും സാധിക്കില്ല. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, BJPക്കാർ ഇത് വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുമോ എന്നാണ്. ഷൗചറിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. എരുമേലിയിലെ പരിപാടി ദീൻദയാൽ ഉപാധ്യായ പരിപാടിയാണ്, RSS സംഘടിപ്പിച്ച പരിപാടിയാണ്, എനിക്ക് നേരിട്ടറിയാം. അവിടെ നിന്നൊരു വീഡിയോ വെളിയിൽ വരണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർ, BJPക്കാർ, RSSകാർ അവരാഗ്രഹിക്കുന്നുണ്ട് സാർ ഇത് ചർച്ച ചെയ്യപ്പെടണമെന്ന്. അതിൻ്റെ ഉള്ളിൽ ഈച്ച അടക്കാത്ത സംഘ്പരിവാർ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നൊരു വീഡിയോ വളരെ കൃത്യമായി വാർത്താ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വസന്ത് കേൾക്കാമോ? മാധു ചോദിച്ച ചോദ്യത്തിന്റെ വിഷയത്തിൽ ലഭ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. നിയമത്തിന്റെ ഏത് പഴുതിയിലൂടെയാണെങ്കിലും PC ജോർജിനും മകനും ഇനി രക്ഷയുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിനും മകനും ഒരു പ്രത്യേക കഴിവുണ്ട്. ഒരു മിനിറ്റ്, അദ്ദേഹത്തിനും മകൻ വഴക്കത്തിലൂടെ മൈലെണ്ണയുടെ വഴക്കത്തിൽ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നിയമത്തിന്റെ പഴുതിയിലൂടെ ആ വഴക്കത്തിലൂടെ ഇറങ്ങി പോകാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. PC ജോർജ്
നേരത്തെ പറഞ്ഞ പോലെ RSSന്റെയും BJPയുടെയും ഒരു യോഗത്തിൽ പറഞ്ഞ കാര്യമാണ്. അവിടെ നിന്നാണ് ആ വീഡിയോ അടക്കം പുറത്തേക്ക് വന്നത്. 4.5 കോടിയുടെ കണക്ക് എന്നെ കാണിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന പേരുകാരോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ 31,000 രൂപ ഒരു ബൂത്തിൽ വരേണ്ട കേസ് പോലും വന്നിട്ടില്ല. പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ മറന്നുപോയി എന്നാണ് പറഞ്ഞത്. തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ PC ജോർജാണ്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ മെയ്വഴക്കത്തോടു കൂടി പിന്നീട് മലക്കം അറിയുകയും ചെയ്തത്. ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്, പച്ചക്കള്ളമാണ് എന്നാണ് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തത്. ആ പറഞ്ഞു കേട്ടതോടെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ആ അധ്യായം പൂർണ്ണമായും അടച്ചുവെക്കാനുള്ള വിശാല മനസ്കത കൂടിയുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. Debate with Madhu Saji.